പശ്ചിമേഷ്യയിൽ സംഘർഷം പുകയുകയാണ്. ലോകത്തെ വമ്പൻ രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകൾ പോലും പേടിച്ച് വഴിമാറി സഞ്ചരിക്കുമ്പോൾ ഹോർമൂസ് കടലിലൂടെ ഒരു ജാഥ പോലെ തല ഉയർത്തി കടന്നു വരികയാണ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ കപ്പലുകൾ. വെടിയുച്ചകൾക്കും സ്ഫോടനങ്ങൾക്കും ഇടയിൽ ഇന്ത്യക്ക് മാത്രം ലഭിക്കുന്ന ഒരു VIP പരിഗണനയാണ് ഇത് എന്ന് ഓർക്കണം. ഫെബ്രുവരി 28 ശേഷം മാത്രം കുറഞ്ഞത് 8 ഇന്ത്യൻ കപ്പലുകളാണ് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത റെക്കോർഡാണിത്. വെറും യാത്രാ കപ്പലുകളല്ല ഇവ. ഇന്ത്യക്കാർക്ക് അത്യാവശ്യമായിട്ടുള്ള LPG, LNG, ക്രൂഡ് ഓയിൽ എന്നിവയുമായിട്ടാണ് ഇവയുടെ വരവ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള ശിവാലിക് 46,500 മെട്രിക് ടൺ LPGയുമായി വന്ന നന്ദാദേവി, UAEയിൽ നിന്ന് 80,886 മെട്രിക് ടൺ ക്രൂഡ് ഓയിലുമായി എത്തിയ ജഗ്ലാഡ്കി എന്നീ കപ്പലുകൾ ഇതിനകം തന്നെ ഗുജറാത്തിലെ മുന്ദ്ര, വാഡിനാർ തുറമുഖങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഇവയ്ക്ക് പുറമെ പൈൻ ഗ്യാസ്, ജഗ്വസന്ത്, BW ടയർ, BW എൽമ, ഗ്രീൻ സാൻവി എന്നീ കപ്പലുകളും ഈ പാത സുരക്ഷിതമായി പിന്നിട്ടു. ലോകത്തിന്റെ ഊർജ്ജ വിതരണത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഇടുങ്ങിയ കടൽപാതയാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ ഇവിടുത്തെ വാണിജ്യ കപ്പൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും നിലച്ച മട്ടാണ്. മാർച്ചിലെ ആദ്യ ആഴ്ചകളിൽ വെറും 90 കപ്പലുകൾ മാത്രമാണ് ഇതിലൂടെ കടന്നുപോയത്. അതിൽ ഒരെണ്ണം പോലും യൂറോപ്പിന്റെ കപ്പലുകളില്ല. എന്നാൽ ഇറാൻ തങ്ങളുടെ സൗഹൃദ രാജ്യങ്ങൾക്ക് മാത്രം ഈ വഴി ഇപ്പോൾ സുരക്ഷിതമായി സഞ്ചരിക്കാൻ അനുമതി നൽകുന്നുണ്ട്. ആ സൗഹൃദ പട്ടികയിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയവും തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയവും നടത്തിയ കൃത്യമായ നയതന്ത്ര ഇടപെടലുകളാണ് ഈ വിജയത്തിന് പിന്നിൽ. ഇറാനുമായും മറ്റു ഗൾഫ് രാജ്യങ്ങളുമായും ഇന്ത്യ നടത്തിയ ചർച്ചകൾ ഫലം കണ്ടു. പല കപ്പലുകൾക്കും ഇറാന്റെ തീരം തൊട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള റൂട്ടുകൾ അനുവദിച്ചു കിട്ടി. ഒപ്പം ഓപ്പറേഷൻ ഊർജ സുരക്ഷയുടെ ഭാഗമായി ഒമാൻ ഉൾക്കടലിൽ നമ്മുടെ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും നിരീക്ഷണത്തിനായി കാവലുണ്ട്. ഈ കപ്പലുകൾ എത്തുന്നതോടെ രാജ്യത്ത് പാചകവാതകത്തിനും ഇന്ധനത്തിനും വരാനിടയുണ്ടായിരുന്ന വൻ ക്ഷാമമാണ് ഒഴിവാകുന്നത്. ചുറ്റും യുദ്ധം നടക്കുമ്പോഴും സ്വന്തം ജനതയുടെ ഊർജ ആവശ്യങ്ങൾ തടസ്സപ്പെടാതെ നോക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. വിനാശകരമായിട്ടുള്ള മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ഇടയിലൂടെ ഇന്ത്യൻ കപ്പലുകൾ ഇങ്ങനെ ഘോഷയാത്രയായി കടന്നു വരുമ്പോൾ അത് കേവലം ഇന്ധനം മാത്രമല്ല കൊണ്ടുവരുന്നത്, ഇന്ത്യയുടെ കുറ്റമറ്റ വിദേശ നയത്തിന്റെ വിജയവും കൂടിയാണ്. ബാക്കിയുള്ളവർ കപ്പൽ ഇറക്കാൻ കഴിയാതെ കടലിലേക്ക് നോക്കി നെടുവീർപ്പിടുമ്പോൾ സമാധാനപരമായ ഈ മുന്നേറ്റം ഇന്ത്യയുടെ നയതന്ത്ര കരുത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.